നമസ്തേ. ആജ് കി കക്ഷാ മേ സബ്കോ സ്വാഗത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധർമ്മവീർ ഭാരതിയുടെ കനുപ്രിയ എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിലെ ആദ്യത്തെ ഖണ്ഡമായ പൂർവരാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി. അടുത്ത് നമുക്കതിൻ്റെ തുടർന്ന് വരുന്നതാണ് മഞ്ജരി പരിണയ എന്ന് പറയുന്ന ഭാഗം. മഞ്ജരി പരിണയയിൽ നമുക്ക് 3 ഭാഗമായിട്ട് തിരിക്കുന്നുണ്ട്. 3 ഗീതങ്ങളാണ് അതിലുള്ളത്. ആദ്യത്തെ ആമ്ര ബൗർക്ക ഗീതാണ്, രണ്ടാമത്തെ ആമ്ര ബൗർക്ക അർത്ത്, മൂന്നാമത്തെ തും മേരെ കോൻ ഹോ. ഈ 3 ഭാഗമാണ് അതിൽ വരുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മഞ്ജരി പരിണയം ഒന്ന് നോക്കാം. മഞ്ജരി പരിണയയ്ക്ക് അന്തർഗത് 3 ഗീത് മിൽത്തേ ഹെ. 3 ഗീതങ്ങളാണ് അതിൽ വരുന്നത്. ആമ്ര ബൗർ ശീർഷ പ്രഥം ഗീത് മേ राधा की नारी सहज लज्जा, संकोच, भय, संशय आदि को सूक्ष्म रूप से प्रस्तुत किया है. ആമ്ര ബൗർ ക ഗീത് എന്ന് പറയുന്ന ആദ്യത്തെ ഖണ്ഡത്തിൽ അതിൽ രാധയുടെ സ്ത്രീ സഹജമായിട്ടുള്ള ലജ്ജ, സങ്കോചം, ഭയം, സംശയം തുടങ്ങിയ ഭാവങ്ങളെ വളരെ സൂക്ഷ്മ രൂപത്തിൽ അവിടെ കവി അവതരിപ്പിച്ചിരിക്കുകയാണ്. कनो तो बांसुरी में राधा का नाम बार बार बुलाता है. കണ്ണൻ അവിടെ ഓടക്കുഴലിൽ കൂടെ രാധയുടെ പേര് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. ലേക്കിൻ ലജ്ജ और भय के कारण राधा चाहकर भी उसके पास पहुंच नहीं पाती हूँ. പക്ഷേ രാധ ലജ്ജ കാരണം, ഭയം കാരണം രാധ ആഗ്രഹിച്ചിട്ട് പോലും അവൾക്ക് കണ്ണൻ്റെ അടുത്തെത്താനായിട്ട് സാധിക്കുന്നില്ല. दूसरे गीत में आम्र बौर का अर्थ नामक गीत में कृष्ण का राधा से रूठकर बैठने और राधा के मनाने का प्रसंग आता है. രണ്ടാമത്തെ ഗീതമായിട്ടുള്ള ആമ്ര ബൗർ ക അർത്ഥം എന്ന് പറയുന്നതിൽ കൃഷ്ണൻ രാധയുമായിട്ട് പിണങ്ങിയിരിക്കുന്നതും രാധ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും തടസ്സപ്പെടുത്തുന്നതുമായിട്ടുള്ള ഭാഗമാണ് വരുന്നത്. लंबे समय तक राधा की प्रतीक्षा करने के बाद कनु ने इसके आम्र मंजरी को चूर चूर कर पगडंडी पर बिखरे दिया था. ഒരുപാട് സമയം രാധയെ പ്രതീക്ഷിച്ച് നിന്നതിന് ശേഷം, കാത്തു നിന്നതിന് ശേഷം കണ്ണൻ മാവിൻ്റെ പൂങ്കുല എടുത്ത് പൊട്ടിച്ചെടുത്ത് അതിനെ പൊടിച്ച് പോകുന്ന വഴിയിലൊക്കെ വിതറുന്നതായിട്ടാണ് പറയുന്നത്. कनु ने इसके द्वारा यही समझाना चाहा था कि वह राधा की मांग को आम्र बौर से भरना चाहता है. കണ്ണൻ ഇത് മുഖേന രാധയെ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. രാധയുടെ മാങ്ക് എന്ന് പറഞ്ഞാൽ സിന്ദൂര രേഖ, സീമന്ത രേഖയിൽ ആമ്ര ബൗർ സെ ഭർണ, ഈ മാമ്പൂവ് കൊണ്ട് നിറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. पर राधा ये प्रतीकार्थ समझ न सकी. പക്ഷേ രാധയ്ക്ക് അതിൻ്റെ പ്രതീകാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അതായത് ഇടവഴിയിൽ കൂടി മാവിൻ്റെ പൂങ്കുല പൊടിച്ച് വിതറിപ്പോകുന്നു. അവിടെ ഉദ്ദേശിക്കുന്നത് രാധയുടെ സീമന്ത രേഖയിൽ സിന്ദൂരം ചാർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് രാധയ്ക്ക് കഴിയുന്നില്ല. തീസര ഗീത് ഹേ തും മേരെ കോൻ ഹോ. 3ാമത്തെ ഗീതമാണ് തും മേരെ കോൻ ഹോ, അങ്ങ് എൻ്റെ ആരാണ്, നീ എൻ്റെ ആരാണെന്നുള്ളത്. ഇസ്മേ രാധ പൂച്ച്തി ഹേ കി കൃഷ്ണ സേ ഉസ്കാ കൈസ സംബന്ധ ഹേ. അതിൽ രാധ ചോദിക്കുന്നുണ്ട് കൃഷ്ണനുമായിട്ട് അവൾക്കുള്ള ബന്ധം എന്താണ്. ഉസേ ലഗ്താ ഹേ കി കൃഷ്ണ സേ ഉസ്കാ സംബന്ധ കൈ രൂപമേ ഹേ കേവൽ ഏക് രൂപ സേ നഹി. അവൾക്ക് തോന്നുകയാണ് കൃഷ്ണനുമായിട്ട് അവളുടെ ബന്ധം എന്ന് പറയുന്നത് പല രൂപത്തിലാണ്, കേവലം ഒരു രൂപത്തിൽ മാത്രമല്ല പല രൂപത്തിൽ അവളുമായിട്ടുള്ള ബന്ധം പറയുന്നുണ്ട്. പ്രേമി, ബച്ച, രക്ഷക്, സഖ, ബന്ധു, ആരാധ്യ ആദി ഉസ്കെ കൈ രൂപ ഹേ. പ്രിയനായിട്ട്, കാമുകനായിട്ടുള്ളത്, അതുപോലെ തന്നെ ബച്ച കുട്ടിയായിട്ടുള്ളത്, രക്ഷകനായിട്ട്, കൂട്ടുകാരനായിട്ട്, ബന്ധുവായിട്ട്, ആരാധ്യ ദേവനായിട്ട്, അങ്ങനെ പല രൂപത്തിലാണ് നമുക്കവിടെ കണ്ണനെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് മഞ്ജരി പരിണയം എന്ന് പറയുന്നത് നമ്മുടെ കാവ്യത്തിലേക്ക് പോകാം. മഞ്ജരി പരിണയം, മഞ്ജരി എന്ന് പറഞ്ഞാൽ മാവിൻ്റെ പൂങ്കുല എന്നുള്ള അർത്ഥമാണ് മഞ്ജരി. ആദ്യത്തെയാണ് നമുക്ക് ആമ്ര ബൗർ ക ഗീത്, അതൊന്ന് നോക്കാം. आम्र बौर का गीत यह जो मैं कभी कभी चरम साक्षात्कार के क्षणों में बिल्कुल जड़ और निष्पन्द हो जाती हूँ, इसका मर्म तुम समझते क्यों नहीं सांवरे. तुम्हारी जन्म जन्मांतर की रहस्यमयी लीला की
एकांत संगिनी में। इस क्षणों में अकस्मात तुमसे पृथक नहीं हो जाती मेरे प्राण। तुम ये क्यों नहीं समझ पाते कि लाज सिर्फ जिस्म की नहीं होती, मन की भी होती है। एक मधुर भय, एक अनजाना संशय, एक आग्रह भरा गोपन, एक निर्व्याख्या वेदना, उदासी, जो मुझे बार बार चरम सुख के क्षणों में भी अभिभूत कर लेती है। ആമ്രബൗർ का गीत. ആമ്രബൗർ എന്ന് പറഞ്ഞാൽ മാമ്പൂ എന്നുള്ള അർത്ഥം. മാവിൻ്റെ പൂങ്കുലയ്ക്കാണ് പറയുന്നത് ആമ്രബൗർ എന്ന് പറയുന്നത്. ആമ്ര മാവ്. यह जो मैं कभी कभी ചരം സാക്ഷാത്കാർ के ക്ഷണോ में. ചരം എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള പരം സാക്ഷാത്കാർ. ബിൽക്കുൽ ജഡ് और നിസ്പന്ദ്. ജഡ് और നിസ്പന്ദ് എന്ന് പറഞ്ഞാൽ ചലനമില്ലാതെ, നിശ്ചൽ എന്നുള്ള അർത്ഥം, നിശ്ചേഷ്ടം എന്നുള്ള അർത്ഥം. इसका മർമ്മ. മർമ്മ എന്ന് പറഞ്ഞാൽ രഹസ്യമാണ്, രഹസ്യം. ക്യോം നഹീം സാവരെ. സാവരെ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. സാവരെ കൃഷ്ണൻ. നമ്മൾ കഴിഞ്ഞ അതിലെ പൂർവ്വരാഗിൽ പറയുന്നുണ്ട് പ്രാരംഭിക ദശയാണ് പ്രേമത്തിൻ്റെ, പ്രണയത്തിൻ്റെ ആരംഭിക ദശയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതിലെ രാധ സംയോഗ ശൃംഗാരത്തിൻ്റെ മധുരമായിട്ടുള്ള ഓർമ്മകളിൽ മുഴുകിക്കൊണ്ട് കണ്ണനോട് പറയുന്നൊരു ഭാഗമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. यहाँ संयोग श्रृंगार की मधुर बातों को രാധ യാദ് करते हैं. ശൃംഗാരത്തിൻ്റെ വളരെ നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് രാധ. यहाँ രാധ കൃഷ്ണ കോ സംബോധൻ करके कहते हैं. രാധ അവിടെ കൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ട് പറയണേ ഹേ സാവരെ, അല്ലയോ കൃഷ്ണ. എന്താ പറയുന്നത്? मैं कभी कभी चरम साक्षात्कार के निमिषों में बिल्कुल നിശ്ചൽ और നിസ്പന്ദ് हो जाती है. രാധ പറയാണ് മേ കബി കബി, അതായത് ഗർക്കെ കാം കർത്തേ സമയം, നമ്മൾ നേരത്തെ പറഞ്ഞു വീട്ടിൽ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പല കാര്യങ്ങളിലും മധുരമായ ഓർമ്മകളിൽ അവൾ മുഴുകി നിൽക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. മേ കബി കബി പരം സാക്ഷാത്കാർക്കെ ക്ഷണോമേ, പരമമായിട്ടുള്ള അല്ലെങ്കിൽ പരമമായ ആ സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളിൽ, മുഹൂർത്തങ്ങളിലെ बिल्कुल जड और निस्पंद हो जाती हूँ. मैं बिल्कुल जड और निस्पंद हो जाती हूँ. ഞാൻ തികച്ചും നിശ്ചലമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. इसका मर्म तुम समझते क्यों नहीं सावरे. हे कृष्ण, इसका रहस्य तुम क्यों नहीं समझते हो. ഇതിൻ്റെ രഹസ്യം നിനക്ക് അറിയാമോ? എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പരമമായ സാക്ഷാത്കാരത്തിൻ്റെ ആ നിമിഷങ്ങളിലെ, ആ മുഹൂർത്തങ്ങളിലെ ഞാൻ നിശ്ചലായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ രഹസ്യം നിനക്ക് അറിയാമോ എന്ന് കണ്ണനോട് രാധ ചോദിക്കുകയാണ്. തുമാരി ജന്മ ജന്മാന്തർ की रहस्यमयी लीला की एकांत संगिनी में इन क्षणों में अकस्मात तुम पृथक नहीं हो जाती मेरे प्राण. मेरे प्राण എന്ന് പറഞ്ഞാൽ मेरे प्रिय, എൻ്റെ പ്രിയനെ, എൻ്റെ പ്രാണനെ എന്നുള്ള അർത്ഥത്തിൽ. തുംസെ പൃഥക്. പൃഥക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഗ് രഹന എന്നുള്ള അർത്ഥം. പൃഥക് എന്ന് പറഞ്ഞാൽ അലഗ്, ആകലുക അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവുക എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ പറയണേ രാധ കൃഷ്ണസെ कहती है तुम्हारी जन्म जन्मांतर की रहस्यमयी लीला की एकांत संगिनी मैं हूँ. നിൻ്റെ ജന്മജന്മാന്തരമായിട്ടുള്ള രഹസ്യമയമായ ലീലകളിലെ ഏകാന്ത സംഗിനിയാണ്, ഏകാന്ത കൂട്ടുകാരിയാണ്, അല്ലെങ്കിൽ സന്തത സഹചാരിണിയാണ് ഞാൻ. രാധ കണ്ണനോട് പറയണേ തുമാരി ജന്മ ജന്മാന്തർക്കി രഹസ്യമയി ലീലാക്കി ഏകാന്ത സംഗിനി മേം ഹൂം. നിൻ്റെ രഹസ്യമയമായിട്ടുള്ള ലീലകളിലെ നിതാന്ത സന്തത സഹചാരിണിയാണ് ഞാൻ, ജന്മജന്മാന്തരങ്ങളായിട്ട്, യുഗങ്ങളായിട്ട്. इन क्षणों में अकस्मात तुमसे पृथक नहीं हो जाती मेरे प्राण. मेरे प्राण, എൻ്റെ പ്രിയനെ. ഇൻ ക്ഷണോമേ, ഈ നിമിഷങ്ങളിലെ, ഈ മുഹൂർത്തങ്ങളിലെ, അകസ്മാത് തുംസെ പൃഥക് നഹി ഹോ ജാത്തി, അച്ചാനക് മേം തുംസെ
पृथक नहीं हो जाती मैं तुमसे अलग नहीं हो सकती എനിക്ക് നിന്നിൽ നിന്ന് അകലുവാനായിട്ട് സാധിക്കുന്നില്ല. ജന്മജന്മാന്തരമായിട്ടുള്ള, അതായത് ഒരുപാട് കാലങ്ങളായി ജനിച്ചപ്പോൾ തൊട്ടുള്ള നിൻ്റെ ഒരേ ഒരു അല്ലെങ്കിൽ നിതാന്ത സന്തത സഹചാരിണിയാണ്, കളിക്കൂട്ടുകാരിയാണ്, എല്ലാമാണ് ഞാൻ. എനിക്ക് നിന്നിൽ നിന്ന് അകലുവാനായിട്ട് സാധിക്കുകയില്ല. തുംസെ അലഗ് നഹി ഹോ ജാത്തി മേരെ പ്രാൺ ഇൻ ക്ഷണോ മേ തുംസെ പൃഥക് നഹി ഹോ ജാത്തി എനിക്ക് നിന്നിൽ നിന്ന് അകലുവാനായിട്ട് സാധിക്കില്ല. तुम ये क्यों नहीं समझ पाते कि लाज सिर्फ जिस्म की नहीं होती मन की भी होती है. तुम ये क्यों नहीं समझ पाते, നിനക്ക് അറിയാമോ എന്താണ് ചോദിക്കുന്നത്? ലാജ് സിർഫ് ജിസ്മ കി നഹി ഹോത്തി മൻ കി ബി ഹോത്തി ഹേ. ഇവിടെ പറയാണ് ലാജ് എന്ന് പറഞ്ഞാൽ ലജ്ജ. എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നുണ്ട് ലാജ് സിർഫ് ജിസ്മ കി നഹി ഹോത്തി. ലജ്ജ എന്ന് പറയുന്നത് കേവലം ജിസ്മ എന്ന് പറഞ്ഞാൽ ശരീരം, ശരീരത്തിന് മാത്രമല്ല ലജ്ജ തോന്നുന്നത്, മൻ കി ബി ഹോത്തി ഹേ മനസ്സിനും ലജ്ജ തോന്നുന്നുണ്ട്. തും യേ ക്യോ നഹി സമജ് പാത്തെ നിനക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലേ? കണ്ണനോട് ചോദിക്കുകയാണ്. ഏക്ക് മധുർ ബൈ ഏക്ക് അഞ്ചാന സംശയ് ഏക്ക് ആഗ്രഹഭര ഗോപൻ ഏക്ക് നിർവ്യാഖ്യ വേദന उदासी जो मुझे बार बार चरम सुख के क्षणों में भी अभिभूत कर लेती है. അഭിഭൂത് കർലേന എന്നാണ് കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ഭയപ്പെടുത്തുക എന്നുള്ള അർത്ഥം. അഭിഭൂത് കർലേന എന്നാണ് കീഴ്പ്പെടുത്തുക, ഭയപ്പെടുത്തുക എന്നുള്ള അർത്ഥം. ഏക്ക് മധുർ ഭൈ ഏക്ക് അഞ്ജാന സംശയം. അഞ്ജാന എന്ന് പറഞ്ഞാൽ അജ്ഞാതമായിട്ടുള്ള സംശയം. ഏക്ക് ആഗ്രഹഭര ഗോപൻ, അതായത് ആഗ്രഹങ്ങൾ നിറഞ്ഞിട്ടുള്ള മറവ്. ഗോപൻ എന്ന് പറഞ്ഞാൽ മറവ്. നിർവ്യാഖ്യ വേദന. നിർവ്യാഖ്യ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത വേദന. ഉദാസി എന്ന് പറഞ്ഞാൽ ഉദാസീനത, വിഷമം. ജോ മുझे ബാർ ബാർ ചരം സുഖ ക്ഷണോ മേ ബി അഭിഭൂത് കർ ലേത്തി. ഇവിടെ പറയാണ് ലജ്ജ എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മധുരമായിട്ടുള്ള ഭയം എന്ന് പറയുന്നത്, ഒരു അജ്ഞാതമായ സംശയം, ആഗ്രഹങ്ങൾ നിറഞ്ഞിട്ടുള്ള മറവ്, അതുപോലെ തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത വേദന, ഉദാസീനത. ഇത് മുझे ബാർ ബാർ, ഇതെന്നെ എന്ത് ചെയ്യുന്നു പറയുന്നത്, വീണ്ടും വീണ്ടും പരമമായ സുഖത്തിൻ്റെ നിമിഷങ്ങളിൽ, ആ മുഹൂർത്തങ്ങളിലെ മുझे അഭിഭൂത് കർ ലേത്തി ഹേ, എന്നത് കീഴ്പ്പെടുത്തി കളയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ പറയുന്നുണ്ട് ആ രഹസ്യമയമായിട്ടുള്ള അല്ലെങ്കിൽ പരമമായ സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളിൽ എന്തുകൊണ്ടാണ് ഞാൻ നിശ്ചലയായിരിക്കുന്നത്, അതിൻ്റെ രഹസ്യം നിനക്കറിയാമോ കണ്ണാന്ന് ചോദിക്കുന്നുണ്ട്. പറയണേ നല്ല കാരണം പറയുന്നുണ്ട്. ലജ്ജ എന്ന് പറയുന്നത്, ലജ്ജ സിർഫ് ശരീർ കി നഹി ഹോത്തി മൻ കി ബി ഹോത്തി ഹേ. ലജ്ജ എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനെ അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്കെ മൻമേം ഏക്ക് മധുർ ഭൈ ഏക്ക് അഞ്ജാന സംശയ് ഏക്ക് ആഗ്രഹഭര ഗോപൻ ഏക്ക് നിർവ്യാഖ്യ വേദന ഉദാസി. ഈ വക കാരണങ്ങളാൽ മുझे ചരം സുഖേ ക്ഷണോ മേ ബി, ഈ പരമമായ സുഖത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളിലെ മുഹൂർത്തങ്ങളിലെ യേ മുझे അഭിഭൂത് കർ ലേത്തി, അതെന്നെ കീഴ്പ്പെടുത്തി കളയാണ്. भय संशय गोबन उदासी ये सभी ढीठ चंचल सर चढ़ी सहेलियों की तरह मुझे घेर लेती है और मैं कितना चाह कर भी तुम्हारे पास ठीक उसी समय नहीं पहुंच पाती जब आम्र मंजरियों के नीचे अपलक निहारती अपनी बांसुरी में मेरा नाम भरकर तुम बुलाते हो. उस दिन तुम उस बौर लदे आम की झुकी डालियों से टिके कितनी देर मुझे वंशी से ठहरते रहे. ढलते सूरज की उदास कांति किरणें तुम्हारे मादे के मोर पंखों से बेबस विदा मांगने लगी. मैं नहीं आई. ഇപ്പോൾ പറയുന്നത് ലജ്ജ കാരണം ഇവിടെ കണ്ണൻ്റെ അടുത്ത് വരാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത്, ആഗ്രഹിച്ചിട്ട് പോലെ എത്താനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ, ലജ്ജ, അതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്ന കാര്യമാണ് ഭയം, സംശയം, മറച്ചു പിടിക്കാനുള്ള ഒരു ആഗ്രഹം, അതുപോലെ തന്നെ ഉദാസീനത. ഇത് യേ സബി ഠീറ്റ് ചഞ്ചൽ സർച്ചടി സഹേലിയോം കീത്തര, സഹേലി എന്നാണ് കൂട്ടുകാരികൾ,
സർച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കരിക്കുക, തലയിൽ കയറ്റുക എന്ന് പറഞ്ഞ പോലെ അഹങ്കരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. യേ സബി ടീറ്റ്, ടീറ്റ് എന്ന് പറഞ്ഞാൽ ചപലയായ, നിർഭയായ, ചപലയായ എന്നുള്ളത്. ചഞ്ചൽ എന്ന് പറഞ്ഞാൽ ഇളകാത്ത, ചഞ്ചൽ, ചഞ്ചൽ എന്ന് പറഞ്ഞാൽ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചഞ്ചൽ എന്ന് പറഞ്ഞാൽ ഇളകിക്കൊണ്ടിരിക്കുന്ന, ചഞ്ചലമായ എന്നുള്ള അർത്ഥം. ടീറ്റ് എന്ന് പറഞ്ഞാൽ ചപല, ചഞ്ചൽ ചഞ്ചല, സർച്ചടി എന്ന് പറഞ്ഞാൽ അഹങ്കാരികളായിട്ടുള്ള. കിത്തരെ മുझे घेर लेती है, घेर लेना എന്ന് പറഞ്ഞാൽ ചുറ്റി വളയുക, വലയം ചെയ്യുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ആരെപ്പോലെ എന്ന് പറയുന്നത്? അഹങ്കാരിയായ, ചപലയായ, ചഞ്ചലയായ കൂട്ടുകാരിയെപ്പോലെ, സഖിയെപ്പോലെ മുझे घेर लेती है, എന്നെ വലയം ചെയ്തിരിക്കുക, എന്നെ ചുറ്റി വളഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്? ഭയം, സംശയം, ഗോപൻ, ഉദാസി, ഈ 4 കാര്യങ്ങൾ. നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്റ്റാൻസിൽ പറഞ്ഞു, ഏക്ക് മധുർബൈ, ഏക്ക് അഞ്ജാന സംശയ്, ഏക്ക് ആഗ്രഭന ഗോപൻ, ഏക്ക് നിർവ്യാക്യ വേദന ഉദാസി. ഈ 4 കാര്യങ്ങൾ, ലജ്ജ എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ഉണ്ടാവുന്നതാണ്. ഈ 4 കാര്യങ്ങൾ അഹങ്കാരികളായിട്ടുള്ള കൂട്ടുകാരികളെപ്പോലെ എന്നെ വലയം ചെയ്തിരിക്കുകയാണ്. मैं कितना चाह कर भी तुम्हारे पास ठीक उसी समय नहीं पहुँच पाती, मैं कितना चाह कर भी, ഞാൻ എത്രയും ആഗ്രഹിച്ചിട്ട് പോലും तुम्हारे पास ठीक उसी समय पर नहीं पहुँच सकती, കൃത്യസമയത്ത് നീ വിളിച്ച സമയത്ത് എനിക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. കാരണം ലജ്ജ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ, ആവരണം കൊണ്ട് തന്നെ മൂടിയിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഉള്ളിൽ ഭയം, സംശയം, ഒളിക്കാനുള്ളൊരു ആഗ്രഹം, അതുപോലെ തന്നെ ഉദാസീനത, ഈ കാര്യങ്ങൾ എൻ്റെ ചുറ്റും വലയം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര ആഗ്രഹിച്ചിട്ട് പോലും എനിക്ക് കൃത്യസമയത്ത് നിൻ്റെ അടുത്ത് എത്താനായിട്ട് സാധിച്ചില്ല. ജബ് ആമ്ര മഞ്ജരിയോം കെ നീച്ചെ അപ്പനി ബാംസുരി മേ മേരാ നാം ബർക്കർ തും ബുലാത്തെ ഹോ, എപ്പോഴാണെന്ന് പറയുന്നത്? ജബ് തും ആമ്ര മഞ്ജരിയോം കെ നീച്ചെ, മാവിൻ്റെ അല്ലെങ്കിൽ ആ മാവിൻ്റെ പൂങ്കുലയുടെ താഴെ നിന്നുകൊണ്ട്, അപ്പം ഈ ബാംസുരിമേ, ബാംസുരി നമ്മൾ നേരത്തെ പറഞ്ഞു ഓടക്കുഴൽ, അപ്പോൾ ഓടക്കുഴലിൽ കൂടി മേരാ നാം ബർക്കർ തുമ്പുലാത്തേ ഹോ, എൻ്റെ പേര് ഓടക്കുഴലിൽ കൂടെ, ആ ഓടക്കുഴൽ നാദമായിട്ട് എൻ്റെ പേരിനെയാണ് അങ്ങ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും എവിടെ നിന്നുകൊണ്ടാണ്? ആമ്രമഞ്ജരിയും കെ നീച്ചേ, ആ മാവിൻ്റെ പൂങ്കുലയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് മുരളീനാദമായിട്ട് രാധയെ അവിടെ വിളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും അവൾക്ക് കൃത്യസമയത്ത് ആഗ്രഹിച്ചിട്ട് പോലും അവൻ്റെ അടുത്ത് എത്താനായിട്ട് സാധിച്ചില്ല. ഉസ് ദിൻ തും ഉസ് ബൗർ ലദേ ആം കി ജുക്കി ഡാലിയോം സേ ടിക്കെ കിത്തനി ദേർ മുझे വംശി സേ ഠേർത്തെ രഹേ, ഠേർത്തെ രഹേ എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, ഠേർത്തെ രഹേ എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ജുക്കി ഡാലിയോം സേ ടിക്കെ, ടിക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്ന് നിന്നുകൊണ്ട്. ജുക്കി ഡാലിയോമേ വളഞ്ഞ ശാഖ, കൊമ്പ്, ബ്രാഞ്ച്. ഉസ് ദിൻ തും ഉസ് ബൗർ ലദേ ആം കി, ബൗർ ലദേ ആം കി എന്ന് പറഞ്ഞാൽ പൂങ്കുല തൂങ്ങി നിൽക്കുന്ന മാവ്. ഉസ് ബൗർ ലദേ ആം കി ജുക്കി ഡാലിയോം സേ ടിക്കെ കിത്നി ദേർ മുझे വംശി സേ ഡേർത്തെ രഹേ, വംശി ബാംസുരിയൊക്കെ ഒന്ന് തന്നെയാണ് ഓടക്കുഴൽ. വംശി, ബാംസുരി, മുരളി എന്നൊക്കെ പറഞ്ഞ ഓടക്കുഴൽ. ढलते सूरज की उदास कांति किरणें, ढलना എന്ന് പറഞ്ഞാൽ അസ്തമയ സൂര്യനാണ്. ढलते सूरज എന്ന് പറഞ്ഞാൽ അസ്തമയ സൂര്യൻ, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുക. തുമാരെ മാതേക്ക് മോർപങ്ക്, മോർപങ്ക് എന്ന് പറഞ്ഞാൽ മയിൽപ്പീലി. തുമാരെ മാതേക്ക്, എൻ്റെ നെറ്റിയിൽ വെച്ചിട്ടുള്ള മയിൽപ്പീലി. ബേബസ് എന്ന് പറഞ്ഞാൽ വിവശനാവുക, ബേബസ് വിവശനാവുക. വിദാമാഗ്ന എന്ന് പറഞ്ഞാൽ വിട പറയുക, യാത്ര പറയുക. ഇപ്പോൾ അവിടെ പറയണ രാധ പറയണ കണ്ണൻ എന്തുപയോഗിച്ചാണ്? ബാംസുരിക്ക് സഹായത സേ രാധാ കാ നാം ബാർ ബാർ ബുലാത്തേ തേ, ഓടക്കുഴലിൻ്റെ സഹായത്താൽ രാധയുടെ പേര് വീണ്ടും വീണ്ടും വിളിച്ചിരുന്നു. ലേക്കിൻ ഉസ് സമയം ഉസ്കെ പാസ് നഹി പഹുഞ്ച് സക്തി, പക്ഷേ ആ സമയത്ത് അവൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് രാധയ്ക്ക് സാധിച്ചില്ല. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഉസ് ദിൻ തും ഉസ് ബൗർ ലദേ ആം കി ജുക്കി ഡാലിയോം സേ, ആ ദിവസം നീ എന്ത് ചെയ്തെന്ന് പറയുന്നത്? ആ മാവിൻ്റെ പൂങ്കുല തൂങ്ങി നിൽക്കുന്ന മാവിൻ്റെ
ജുക്കി ഡാലിയോം സേ ആ വളഞ്ഞു നിൽക്കുന്ന ശാഖയിലെ കൊമ്പിലെ ടിക്കെ ചാരി നിന്നുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് കിത്തിനി ദേർ കുറേ സമയം മുജെ വംശീസെ ഡേർത്തരെ ഹേ ഓടക്കുഴലിൽ കൂടെ എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ രാധയുടെ പേര് ചൊല്ലി രാധയെ ഓടക്കുഴലിൻ്റെ ആ മധുരമായ സ്വരത്തിൽ രാധയെ വിളിച്ചുകൊണ്ടിരുന്നു. എവിടെ നിന്നുകൊണ്ടാന്ന് പറയുന്നത്? ആ മാവിൻ്റെ ചുവട്ടിൽ മാവിൻ്റെ പൂങ്കുല തൂങ്ങി നിൽക്കുന്ന ആ ശാഖയുടെ ചുവട്ടിൽ ചേർന്ന് നിന്നുകൊണ്ടാണ് രാധയെ ഓടക്കുഴലിൽ കൂടെ വിളിച്ചുകൊണ്ടിരുന്നത്. ढलते सूरज की उदास कांपती किरणें तुम्हारे मादे के मोर पंखों से बेबस विदा मांगने लगी. सूरज ढल रहे सूरज का അസ്തമയ हो रहा है. അവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അപ്പോൾ രാവിലെ വന്ന് നിൽക്കുന്നതാണ്. വന്ന് അത്രയും സമയമായി, എന്നിട്ടും രാധ കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നിട്ടില്ല. സൂരജ് കി ഉദാസ് കാംതി കിരണേ, അസ്തമയ സൂര്യൻ്റെ ഉദാസീനമായിട്ടുള്ള വിറയ്ക്കുന്ന കിരണങ്ങൾ, രശ്മികൾ. തുമാരെ മാതേക്ക് മോർ പങ്കോം സേ, തുമാരെ മാതേ മേ മോർ പങ്ക് ഹേ, നെറ്റിയിലെ മയിൽപ്പീലിയുണ്ട്. ഉസ് മോർ പങ്കോം സേ ബേബസ് വിദാ മാഗ്നെ ലഗി. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ കൃഷ്ണൻ്റെ നെറ്റിയിലിരിക്കുന്ന മയിൽപ്പീലിയോട് വളരെ വിവശനായിട്ട് വിദാ മാഗ്നെ ലഗി, വിട പറയാനായിട്ട്, യാത്ര പറയാനായിട്ട് തുടങ്ങി. അതായത് സൂര്യൻ അസ്തമിക്കാറായി എന്നാണ് പറയുന്നത്. ലേക്കിൻ മേ നഹിയായി, പക്ഷേ ഞാൻ വന്നില്ല. രാധ പറയുന്നത് എത്ര വിളിച്ചിട്ടും എത്ര ആഗ്രഹിച്ചിട്ട് പോലും എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിച്ചില്ല. രാവിലെ തൊട്ട് സൂര്യൻ അസ്തമിക്കുന്നതുവരെ കണ്ണൻ അവിടെ കാത്തുനിന്നു. പക്ഷെ അവൾക്ക് വരാനായിട്ട് സാധിച്ചില്ല, അസ്തമയമായി. ഗായേ കുച്ച് ക്ഷൺ തുമേ അപ്നെ ഭോലി ആംഗോം സേ മുഹ് ഉടായേ ദേഖ്തി രഹി और फिर धीरे धीरे नंदगांव की पगडंडी पर बिना तुम्हारे अपने आप मुड़ गई मैं नहीं आई. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു ഓടക്കുഴലിൽ കൂടെ, അതായത് രാവിലെ തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ശബ്ദം കേട്ടിട്ടും വരാനായിട്ട് രാധയ്ക്ക് സാധിച്ചില്ല, അസ്തമിച്ചു. ഗായേ കുച്ച് ക്ഷൺ തുമേ അപ്നി ഭൂലി ആംഗോം സേ മുഹ് ഉടായേ ദേഖ്തി രഹി. ഗായ എന്നാണ് പശുക്കൾ. ഇപ്പോൾ ഗോപാലകരാണ്, കൃഷ്ണനും ഗോപാലകനാണ്. ഇപ്പോൾ ഒരുപാട് പശുക്കളുണ്ട് നന്ദഗ്രാമത്തിൽ, ഒരുപാട് പശുക്കളുണ്ട്. ഈ പശുക്കൾ കുച്ച് ക്ഷൺ തുമേ അപ്നി ബോലി ആംഗോം സേ, ബോലി ആംഗോം സേ എന്നാണ് നിഷ്കളങ്കമായിട്ടുള്ള കണ്ണുകൾ, ബോലി എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റ്. അപ്പോൾ ഈ പശുക്കൾ അസ്തമിക്കാറായി, അസ്തമിച്ചു, സൂര്യൻ അസ്തമിച്ചു. അവിടെ കുറച്ച് സമയം തുമേ അപ്നി ബോലി ആംഗോം സേ, കണ്ണനെ അവരെ നിഷ്കളങ്കമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് മുഹൂടായ ദേഖ്തി, മുഖമുയർത്തി നോക്കിക്കൊണ്ടിരുന്നു. ഫിർ ധീരെ ധീരെ നന്ദഗാവ് കി പഗഡണ്ടി പർ ബിനാ തുമാരെ അപ്പനെ അപ് മുഡ്ഗയി. മുഡ്ഗയി എന്ന് പറഞ്ഞാൽ ടേൺ ചെയ്യുക, തിരിഞ്ഞു പോവുക. പഗഡണ്ടി എന്ന് പറഞ്ഞാൽ ഇടവഴി അല്ലെങ്കിൽ ഒറ്റയടിപ്പാത എന്ന് പറയും. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഇപ്പോൾ റോഡായി ഇടവഴി എന്ന് പറയും. ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന വഴിയാണത് നമ്മൾ പറയുന്നത് ഇടവഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒറ്റയടിപ്പാത എന്ന് പറയും. നന്ദഗാവ് എന്ന് പറഞ്ഞാൽ നന്ദഗ്രാമം. അപ്പോൾ പശുക്കൾ കുറേ നേരം, സൂര്യൻ അസ്തമിച്ചു, കുറേ നേരം കണ്ണനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഫിർ വേ ധീരെ ധീരെ, പിന്നീട് അവരെന്ത് ചെയ്തു? പതുക്കെ പതുക്കെ നന്ദഗാവ് കി പഗഡണ്ടി പർ, നന്ദഗ്രാം കി ഓർ, നന്ദഗ്രാം കി പഗഡണ്ടി പർ തുമാരെ ബിന, നിന്നെ കൂടാതെ അപ്നെ അപ് മുഡ് ഗയി, അവർ തന്നെ പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ വൈകുന്നേരമായിട്ട് രാധ വന്നില്ല, കാത്തു നിന്നു, രാധ വന്നില്ല, അസ്തമിച്ചു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പശുക്കൾ, ഒരുപാട് പശുക്കളുണ്ട്, അവർ കൃഷ്ണനെ ഒന്ന് നോക്കിയിട്ട് അവർ സ്വയം നന്ദഗ്രാമത്തിലേക്ക് ആ ഇടവഴിയിൽ കൂടി അവർ പോകാനായിട്ട് തുടങ്ങി. മേനഹിയായി, എന്നിട്ടും മേനഹിയായി, ഞാൻ വന്നില്ല. അപ്പോൾ ആദ്യത്തെ പറഞ്ഞു സൂര്യൻ അസ്തമിക്കാറായി, എന്നിട്ടും വന്നില്ല. രണ്ടാമത് പറയണ പശുക്കളൊക്കെ പോകാൻ തുടങ്ങി, എന്നിട്ടും വന്നില്ല. यमुना के घाट पर मच्छुओं ने अपनी नाव बांध दी और कंधों पर पतवारें रेख चले गए, मैं नहीं आई. യമുന കെ ഘാട്ട് പർ, യമുന നദിയുടെ കടവിലെ തീരത്ത് മച്ചുഓംനെ, മച്ചു എന്ന് പറഞ്ഞാൽ മച്ചുവാര, മുക്കുവര്. മച്ചുഓംനെ അപ്പനി നാവേം ബാന്ത് ദി, നാവ് എന്ന് പറഞ്ഞാൽ വള്ളം, ബോട്ട് എന്നുള്ള അർത്ഥം. അപ്പോൾ യമുന നദിയുടെ തീരത്ത് ഇവിടെ മുക്കുവരൊക്കെ അവരവരുടെ
ബോട്ടിനെ അവിടെ കെട്ടിയിട്ട് കന്തോപ്പർ പത്തുവാരയും, പത്തുവാര എന്നാണ് തുഴയുന്നത്, പങ്കായ എന്നൊക്കെ പറയും. കന്തോപ്പർ, കന്തം എന്ന് പറഞ്ഞാൽ ഷോൾഡറിൽ, അവരവരുടെ തോളത്ത് തുഴയൊക്കെ വെച്ചിട്ട് അപ്പനി ഗർക്കിയോ ചലകെ അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. ഇത് സന്ധ്യയായി. യമുനാ നദിയുടെ തീരത്തുണ്ടായിരുന്ന മുക്കുവരും അവരവരെ വള്ളം കയറ്റി വെച്ച്, ബോട്ടിന് കെട്ടിവെച്ച് അതിൻ്റെ പങ്കായമായിട്ട്, അതിൻ്റെ തുഴയുമായിട്ട് ഓരോ മുക്കൂരും അവരവരുടെ വീട്ടിലേക്ക് പോകാനായി തുടങ്ങി. ഇസ് പർബി മേനഹിയായി, എന്നിട്ടും ഞാൻ വന്നില്ല. തുമ്നെ വംശി ഹോണ്ടോം സെ ഹട്ടാ ലീ തി और उदास मौन तुम आम्र वृक्ष की जड़ों से टिक कर बैठ गए थे और बैठे रहे। मैं नहीं आई। तुम अंत में उड़े, एक झुकी डाल पर खिला एक बोर तुमने तोड़ा और धीरे धीरे चल दिए। अनमने तुम्हारे पाँव पगडंडी पर चल रहे थे, पर जानते हो तुम्हारे अनजान में ही तुम्हारी उंगलियां क्या कर रही थी? वे उस आम्र मंजरी को चूर चूर कर श्यामल वनघासों में बिछी उस मांग सी उजरी पगडंडी पर बिखेर रही थी. അപ്പോൾ ഓടക്കുഴൽ കൂടെ രാധയുടെ പേര് പല പ്രാവശ്യം വിളിച്ചിട്ടും വന്നില്ല. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. അസ്തമയ കിരണങ്ങളൊക്കെ കൃഷ്ണൻ്റെ മയിൽപ്പീലിയിൽ വന്ന് പതിച്ചു. യാത്ര പറഞ്ഞവർ പോവുകയാണ്. പശുക്കളുണ്ടായിരുന്നു. പശുക്കളും സന്ധ്യാസമയമായപ്പോൾ അവരും അവരുടെ നന്ദിഗ്രാമത്തിലേക്ക് അവരും പോയി. യമുനാ നദിയുടെ തീരത്ത് മുക്കുവരുണ്ടായിരുന്നു. അവരും എന്ത് ചെയ്തു? അവരവരുടെ വെള്ളം ഇവിടെ കെട്ടിവെച്ച് അവരും തുഴയുമായിട്ട് പോയി. എന്നിട്ടും രാധ വന്നില്ല. തുമ്നെ വംശി ഹോണ്ടോം സെ ഹട്ടാ ലീ തി और उदास मौन तुम आम्र वृक्ष की जड़ों से टिक कर बैठ गए थे और बैठ रहे। तुमने वंशी होंडोम से, होंड എന്ന് പറഞ്ഞാൽ ചുണ്ട്, ഹട്ടാ ലീ തി, ഹട്ടാന എന്ന് പറഞ്ഞാൽ മാറ്റുക. അപ്പോൾ ഓടക്കുഴലിൽ കൂടി ഇത്രയും നേരം രാധയെ വിളിച്ചുകൊണ്ടിരുന്നു, എന്നിട്ടും വന്നില്ല. അവസാനം സന്ധ്യയായി. വംശി ഹോണ്ടോം സെ ഹട്ടാ ലീ തി, തുമ്നെ മുരളി ബാംസുരി അപ്പനി ഹോണ്ടോം സെ ഹട്ടാ ലീ തി, ചുണ്ടുകളിൽ നിന്ന്, അതിരങ്ങളിൽ നിന്ന് ഓടക്കുഴൽ മാറ്റി. और उदास मौन, വളരെ ഉദാസീനായിട്ട്, വളരെ വിഷമിച്ച്, മൗനമായിട്ട്, തും ആമ്ര വൃക്ഷയ്ക്ക് ജഡോം സേ, ആ മാവിൻ്റെ ചുവട്ടിൽ വേരോട് ചേർന്നുകൊണ്ട്, ടിക്ക് കർ ചേർന്നുകൊണ്ട്, ജഡം എന്ന് പറഞ്ഞ റൂട്ട്, വേരോട് ചേർന്ന് ബൈറ്റ് കേത്തെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ രാധ നഹിയായി, രാധ വന്നില്ല. उस समय कनू ने अपनी वंशी अपनी होंडों से हटा ली और उदासीन होकर, मौन होकर एक आम्र वृक्ष की जड़ों से टिक कर वह बैठ गए थे. അപ്പോൾ ഒരു മാവിൻ്റെ മരത്തിൻ്റെ വേരോട് ചേർന്നുകൊണ്ട് താഴെ അവനിരിക്കുകയാണ് ചെയ്തത്. ഓടക്കുഴലൊക്കെ മാറ്റി വളരെ ദുഃഖിച്ചിരിക്കുകയാണ്. और बैठे रहे അവിടെ തന്നെ ഇരിക്കണം. മേ നഹി ആയി, അപ്പോഴും ഞാൻ വന്നില്ല. തും അന്ത് മേ ഉഠേ, ഏക് ഝുക്കി ഡാൽ പർ ഖില ഏക് ബോർ തുമ്നെ തോടാ, തോടണം എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, പറിച്ചെടുക്കുക. തും അന്ത് മേ ഉഠേ, അവസാനം നീ എഴുന്നേറ്റു. എവിടെ നിന്നാണ്? ആമർ വൃക്ഷയ്ക്ക് ജട്ടോം സെ ടിക്കർ ബൈറ്റ് ഗയേ തേ വഹാം സേ തും അന്ത് മേ ഉഠേ, അവസാനം നീ അവിടെ നിന്ന് എഴുന്നേറ്റു. ഏക് ഝുക്കി ഡാൽ പർ ഖില, ഏക് ഝുക്കി ഡാൽ പർ, ഒരു വളഞ്ഞു നിൽക്കുന്ന മാവിൻ്റെ കൊമ്പിലെ ഖില, വിരിഞ്ഞു നിന്നിരുന്ന, ഏക് ബോർ, ഒരു പൂങ്കുല, തുമ്നെ തോട, നീ പൊട്ടിച്ചു. അതിൻ്റെ മുകളിൽ നിന്ന് വളഞ്ഞു നിൽക്കുന്ന മാവിൻ്റെ കൊമ്പിൽ നിന്ന് വിരിഞ്ഞൊരു പൂങ്കുല നീ പറിച്ചെടുത്തു. ആർ ധീരെ ധീരെ ചൽ ദിയേ, എന്നിട്ട് വളരെ പതുക്കെ അവിടെ നിന്ന് പോവുകയാണ്. അൻമനെ തുമാരെ പാവ് പകടണ്ടി പർ ചൽ രഹേ തേ, അൻമനെ വളരെ ഉദാസീനനായിട്ട്, തുമാരെ പാവ് നിൻ്റെ കാലുകൾ, പകടണ്ടി പർ ചൽ രഹേ തേ ആ ഇടവഴിയിൽ കൂടി, ഒറ്റയടി പാതയിൽ കൂടി നീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അപ്പോൾ കയ്യിലുള്ളത്? ജുഖി ഡാൽ പർ ഗില ഏക് ബൗർ,
ആം കാ ബൗർ, ഒരു മാവിൻ്റെ പൂങ്കുല നിൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് തും അപ്പനെ പകടണ്ടി പർ ചലഹേത്തെ, അതായത് ആ ഒറ്റയടിപ്പാതിൽ കൂടെ കണ്ണൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. पर जानते हो तुम्हारे अनजान में ही तुम्हारी उंगलियां क्या कर रही थी, लेकिन तुम जानते हो, നിനക്കറിയാമോ നീ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. തുമാരെ അൻജാൻമേ, നീ അറിയാതെ തന്നെ, തുമാരി ഉംഗലിയ, നിൻ്റെ വിരലുകൾ, ക്യാ കർ രഹി തി, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ണനോട് രാധ പറയണേ പർ ജാൻതേ ഹോ ലേക്കിൻ തും ജാൻതേ ഹോ, നിനക്കറിയാമോ നീ എന്താണ്, അൻജാൻ മേഹി, നീ അറിയാതെ തന്നെ, തുമാരി ആംഗലിയോം ഊങ്കലിയോം, തുമാരി ഊങ്കലിയോം, നിൻ്റെ വിരലുകൾ, കൈവിരലുകൾ, ക്യാ കർ രഹി തി, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. മേം ഉസ് ആമ്രമഞ്ചരി കോ ചൂർ ചൂർ കർ, ആമ്രമഞ്ചരി എന്ന് പറഞ്ഞാൽ മാവിൻ്റെ പൂങ്കുല, ചൂർ ചൂർ കർ, അത് പൊടിച്ച് തിരുമ്മിയിട്ട്. ശ്യാമൾ വൻഗാസോമേ, വൻഗാസ് എന്ന് പറഞ്ഞാൽ കാട്ടുപുല്ല്, ഗാസ് എന്ന് പറഞ്ഞാൽ പുല്ല്. ബിച്ചി, ബിച്ചി എന്ന് പറഞ്ഞാൽ വിരിക്കുക, സ്പ്രെഡ് ചെയ്യുക എന്നുള്ള അർത്ഥം. ബിച്ചി എന്ന് പറഞ്ഞാൽ വിരിച്ചിട്ട. ഉസ് മാങ്ക് സി ഉജലി, മാങ്ക് എന്ന് പറഞ്ഞാൽ സീമന്തരേഖയാണ്, സിന്ദൂർ രേഖ എന്നൊക്കെ പറയും. ഉജലി പകടണ്ടി പർ, വളരെ ശോഭയോടെ നിൽക്കുന്ന ഇടവഴിയിൽ. ബിക്കർ രഹിത്തി, ബിക്കറിനെ എന്നാണ് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നിൻ്റെ കൈവിരലുകൾ കൊണ്ട് നീ ആ പൂങ്കുലയെ എന്താണ് ചെയ്തത് എന്നാണ്, അത് നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ് രാധ. എന്താ ചെയ്തുകൊണ്ടിരുന്നത്. വേ ഉസ് ആമ്രമഞ്ചരി കോ ചൂർ ചൂർ കർ, ഉസ് ആമ്രമഞ്ചരി കോ, ആ മാവിൻ്റെ പൂങ്കുലയെ, ചൂർ ചൂർ കർ, അതിനെ പൊടിച്ച് പൊടിച്ച്. ശ്യാമൾ വനഗാം സോമേ ബിച്ചി, വനഗാസ് അതായത് വളരെ ശ്യാമളമായിട്ടുള്ള, എന്താ പറയുക, കറുത്ത നിറത്തോടു കൂടിയ സന്ധ്യാസമയമാണ്. ആ സമയത്ത് വൻഗാസോമേ ബിച്ചി, രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ കാട്ടുപുല്ലിങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ കൂടി ഒരു രേഖ പോലെ. ബിച്ചി ഉസ് മാങ്ക് സി, അതായത് ആ പുല്ലിൻ്റെ നടുക്കിൽ കൂടെ ഒരു രേഖ പോലെ, സിന്ദൂർ രേഖ എന്ന് പറയുന്ന പോലെ തന്നെ, സീമന്ത രേഖയെ പോലെ തന്നെ രണ്ട് സൈഡിലും പുല്ല് വളർന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയുള്ള വഴിയിൽ കൂടി പോവുകയാണ്. ആ സമയത്ത് ഈ ആമ്രമഞ്ചരി കോ ചൂർ ചൂർക്കർ ബിക്കർ രഹി തി, ഈ മാവിൻ്റെ പൂങ്കുലയെ അവിടെ തിരുമ്മി പൊടിച്ച് വിതറിക്കൊണ്ടേയിരുന്നു. ശരിക്കും പറയണേ രാധയുടെ സീമന്തരേഖയിൽ സിന്ദൂരം വിതറുന്നത് പോലെയുള്ള ഒരു അനുഭവമായിട്ടാണ് അവിടെ പറയുന്നത്. ഈ പുല്ലുകൾക്കിടയിൽ കൂടി പോകുമ്പോൾ ആ വഴിയിൽ, ആ ഒറ്റയടിപ്പാതിലെ ഇടവഴിയിൽ ഈ മാവിൻ്റെ പൂങ്കുല പൊടിച്ച് വിതറുകയായിരുന്നു. ये तुमने क्या किया प्रिय, क्या अपने अनजाने में ही उस आम्र के बौर से मेरी कुआरी उजली पवित्र मांग भर रहे थे सांवरे, पर मुझे देखो कि मैं उस समय भी तो मादा नीचा कर, इस अलौकिक सुहाग से प्रदीप होकर, माथे पर पल्ला डालकर झुककर तुम्हारी शरण धूली लेकर तुम्हें प्रणाम करने नहीं आई, नहीं आई, नहीं आई. ये तुमने क्या किया प्रिय, हे प्रिय, हे प्राण, तुमने क्या किया, ये तुमने क्या किया, ഇതെന്താണ് ചെയ്തത്. നിൻ്റെ വിരലുകൾ, നീ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. നിൻ്റെ വിരലുകൾ കൊണ്ട് നീ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. നീ അറിയാതെ തന്നെ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ये तुमने क्या किया, हे प्रिय, ये तुमने क्या किया, എന്താണ് നീ ചെയ്തത്. क्या अपने अनजाने में ही उस आम्र के बौर से मेरी कुआरी उजली पवित्र मांग भर रहे थे सांवरे, सांवरे എന്ന് പറഞ്ഞാൽ സാവലെ, ഹേ കൃഷ്ണ, കണ്ണൻ. ഹേ സാവരെ, ഹേ കൃഷ്ണ, എന്താ ചെയ്തോണ്ടിരുന്നത്. ക്യാ തും അൻജാനെ മേഹി, അറിയാതെ തന്നെ, ഉസ് ആം കെ ബൗർ സേ, ആ മാവിൻ്റെ പൂ കൊണ്ട്, മേരി ക്വാരി, ക്വാരി എന്നാണ് ഉദ്ദേശിക്കുന്നത് കുമാരി എന്നുള്ള അർത്ഥമാണ്. കന്യകയായ, ക്വാരി എന്ന് പറഞ്ഞാൽ കന്യകയായ, കുമാരി എന്നൊക്കെ പറയും, കന്യകയായ. ഉജലി പവിത്ര മാങ്ക്, പവിത്രമായിട്ടുള്ള തിളങ്ങുന്ന പവിത്രമായിട്ടുള്ള സീമന്തരേഖയിൽ, മാങ്ക് എന്ന് പറഞ്ഞാൽ സീമന്തരേഖ, സിന്ദൂർ രേഖ. ബർ രഹേദേ, അത് നിറയ്ക്കുകയായിരുന്നു നീയെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഈ മാവിൻ്റെ പൂവ്, മാമ്പൂവ് പൊടിച്ച് വിതറിക്കൊണ്ട്
നീ ആ വഴിയിലൊക്കെ വിതറിക്കൊണ്ടാണ് പോയത്. നീ അറിയാതെ തന്നെ കന്യകയായ എൻ്റെ പവിത്രമായ സീമന്തരേഖയിലെ സിന്ദൂരമിടുകയായിരുന്നു എന്നാണ് രാധ ചോദിക്കുന്നത്. पर मुझे देखो कि मैं उस समय भी तो मादा नीचा कर इस अलौकिक सुहाग से प्रदीप्त होकर माथे पर पल्ला डालकर झुककर तुम्हारी चरण धूलि लेकर तुम्हें प्रणाम करने नहीं आई. സുഹാഗ് എന്ന് പറഞ്ഞാൽ സൗഭാഗ്യവതിയായ എന്നുള്ള അർത്ഥം. പ്രദീപ്ത് ഹോന എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക. മാതേ പർ പല്ല ഡാൽക്കർ, മാതേ എന്ന് പറഞ്ഞാൽ നെറ്റി എന്നുള്ള അർത്ഥം. പല്ല ഡാൽക്കർ, പല്ല എന്ന് പറഞ്ഞാൽ സാരിത്തുമ്പ്. ഇവിടെ പറയാണ് पर मुझे देखो कि मैं उस समय में भी तो मादा नीचे कर इस अलौकिक सुहाग से प्रदीप्त होकर माथे पर पल्ला डालकर नहीं आई. ആ സമയത്ത് പോലും, അതായത് എൻ്റെ സിന്ദൂരരേഖയിൽ സീമന്തരേഖയിൽ ഇടുകയായിരുന്നു തോന്നുന്ന തരത്തിലാണ് നീ അവിടെ മാവിൻ്റെ പൂമ്പൊടി വിതറിയിരുന്നത്. ആ സമയത്ത് ഞാൻ തല കുനിച്ചുകൊണ്ട് ഈ അലൗകികമായിട്ടുള്ള സൗഭാഗ്യത്തിൽ സന്തോഷിച്ചുകൊണ്ട് നെറ്റി സാരിത്തുമ്പ് കൊണ്ട് മൂടിയിട്ട് തല കുനിച്ച് നിൻ്റെ അടുത്തേക്ക് നിന്നെ പ്രണമിക്കാനായിട്ട് വരേണ്ടതായിരുന്നു. തുമാരി ചരൺ ധൂളിലേക്കർ തുമേ പ്രണാം കർണേ, നിൻ്റെ കാൽച്ചുവട്ടിൽ തല കുനിച്ച് പ്രണമിക്കാനായിട്ട് മേനഹിയായി, ഞാനപ്പോഴും നിൻ്റെ അടുത്തേക്ക് വന്നില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ട്, നീ അറിയാതെ തന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പവിത്രമായിട്ടുള്ള എൻ്റെ സിന്ദൂരരേഖയിൽ, സീമന്തരേഖയിൽ, കന്യകയായ എൻ്റെ സിന്ദൂരരേഖയിൽ നീ എന്താ പറയുക, സിന്ദൂരം നിറയ്ക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. എന്നിട്ടും എനിക്ക് ആ സമയത്തും തല കുനിച്ചുകൊണ്ട് ആ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട്, തല കുനിച്ചുകൊണ്ട് പ്രണമിക്കാനായിട്ട്, നിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് എനിക്ക് സാധിച്ചില്ല. മേം നഹി ആയി തുമേ പ്രണാം കർണേ കെ ലിയേ നഹി ആയി, തുമാരി ചരൺ ധൂളി ലേക്കർ തുമേ പ്രണാം കർണേ കെ ലിയേ മേ നഹി ആയി. തലകുനിച്ച് പ്രണമിക്കാനായിട്ട് നിൻ്റെ അടുത്തേക്ക് ഞാൻ അപ്പോഴും വന്നില്ല. पर मेरे प्राण ये क्यों भूल जाते हो कि मैं वही बावली लड़की हूँ ना जो कदम के नीचे बैठकर जब तुम पोई की जंगली लतरों के पके फलों को तोड़कर मसल कर उनकी लाली से मेरे पाँवों को महावर रचने के लिए अपनी गोद में रखते हो, तो मैं लाज से धनुष की तरह दोहरी हो जाती हूँ और अपने पाँव पूरे बल से समेट कर खींच लेती हूँ. अपनी दोनों बाहों में अपने घुटने कस मुँह फेर कर निश्चल बैठ जाती हूँ. पर शाम को जब घर आती हूँ तो निवृद्ध एकांत में दीपक के मंदालोक में अपनी उन्हीं चरणों को अपलक निहारती हूँ. बावली सी उन्हें बार बार प्यार करती हूँ. जल्दी जल्दी में अदबनी उन महावर की रेखाओं को चारों ओर देख कर धीमे से चूम लेती हूँ. पर मेरे प्राण, मेरे प्रिय എന്നുള്ള അർത്ഥം. ഭൂൽ ജാന എന്ന് പറഞ്ഞാൽ മറക്കുക. ബാവലി ലടുക്കി, ബാവലി എന്ന് പറഞ്ഞാൽ പാകൽ ലടുക്കി എന്നുള്ള അർത്ഥത്തിൽ, പൊട്ടിപ്പെണ്ണ് എന്നുള്ള അർത്ഥത്തിൽ. ജബ് തും പോയി കി ജംഗലി ലത്രം കെ, പോയി എന്ന് പറഞ്ഞാൽ വലിയ നല്ല തടിച്ച ഇലകളുള്ളതാണ്. പോയി എന്ന് പറഞ്ഞാൽ തടിച്ച ഇലയുള്ള. ജംഗലി ലത്തർ എന്ന് പറഞ്ഞാൽ കാട്ടുവള്ളി. ജംഗലി ലത്തർ എന്ന് പറഞ്ഞാൽ കാട്ടുവള്ളി, ജംഗലി എന്ന് പറഞ്ഞാൽ കാട്ട്. പക്കേ ഫലം കോ, പക്കേ എന്ന് പറഞ്ഞാൽ പാകമായ പഴുത്ത. പക്കേ ഫലം കോ എന്ന് പറഞ്ഞാൽ പാകമായ പഴുത്ത പഴങ്ങൾ. തോട് കറന്ന് പറിച്ചെടുക്കുക, പൊട്ടിച്ചെടുക്കുക. മസൽ കറന്ന് തിരുമുക എന്നുള്ള അർത്ഥത്തിൽ. മഹാവർ രചനയ്ക്ക്, മഹാവർ മുന്നേ വന്നിട്ടുണ്ട്. നമ്മൾ മഹാവർ രചന തന്നെ കുങ്കുമച്ചാറ് കാലം ഇട്ട് കൊടുക്കുന്നത് തന്നെ പറയാം. നമ്മൾ മെഹന്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഒരു പഴത്തിൻ്റെ പാകമായ പഴമെടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ ചുവപ്പ് നീരാണ് ഉദ്ദേശിക്കുന്നത്. ലാജസെ ധനുഷ് കി തര, ധനുഷ് എന്ന് പറഞ്ഞാൽ വില്ല്, വില്ല് പോലെ. ദോഹരി ഹോ ജാത്തി എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും.
ദോഹരി ഹോ ജാന എന്ന് പറഞ്ഞാൽ ഇരുവശത്തേക്ക് രണ്ട് ഭാഗത്തേക്ക് വളയുന്ന തന്നെയാണ് പറയുന്നത്. പൂരെ ബൽസെ സമേറ്റ് കർ ഖീഞ്ച് ലേത്തി ഹും. സമേറ്റണം എന്ന് പറഞ്ഞാൽ ചേർത്ത് വയ്ക്കുക. അപ്പനി ദോനോ ബാഹോമേ അപ്പനെ ഗുഡ്നെ കസ്. ഗുഡ്ന എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകൾ. കസ് എന്ന് പറഞ്ഞാൽ അമർത്തി പിടിക്കുക. മുഹു ഫെയർക്കർ. മുഹു ഫെയർക്കർ എന്ന് പറഞ്ഞാൽ മുഖം തിരിച്ചിരിക്കുക. മുഹു ഫെയർന എന്ന് പറഞ്ഞാൽ മുഖം തിരിക്കുക. നിബൃത് ഏകാന്തമേ. നിബൃത് എന്ന് പറഞ്ഞാൽ രഹസ്യമയമായിട്ടുള്ള ഏകാന്തതയിൽ. ദീപക് മന്ദാലോകം. ദീപക് എന്ന് പറഞ്ഞാൽ വെളിച്ചം, വിളക്ക്. വിളക്ക് ദീപക് വിളക്ക്. മന്ദാലോകം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രകാശം, കുറച്ച് പ്രകാശം. മന്ദാലോക്. അപ്പലക്ക് നിഹാർത്തി ഹും. നിഹാർത്തി ഹും എന്ന് പറഞ്ഞാൽ ദേഖ്തി ഹും. നിഹാർത്തി ഹും ദേഖ്തി ഹും. അപ്പലക്ക് എന്ന് പറഞ്ഞാൽ ഇമ വെട്ടാതെ, കണ്ണിൻ്റെ ഇമ വെട്ടാതെ. ബാവലിസി പാഗൽസി. ധീമേസി എന്ന് പറഞ്ഞാൽ സാവധാനം. ചുമലേന ഉമ്മ വയ്ക്കുക. ഇവിടെ പറയണേ അപ്പോൾ ഇത്രയും ആയിട്ടും നീ വന്നില്ല. രാധ പറയണേ ഞാൻ വന്നില്ല, നിൻ്റെ അടുത്തേക്ക് നിന്നെ പ്രണമിക്കാനായിട്ട് ഞാൻ വന്നില്ല. पर मेरे प्राण ये क्यों भूल जाते हो कि मैं वही बावली लड़की हूँ ना. लेकिन मेरे प्राण, मेरे प्रिय, तुम क्यों भूल जाते हो मैं वही बावली लड़की हूँ ना. നിനക്ക് ഓർമ്മയില്ലേ ഞാൻ ആ പൊട്ടി പെണ്ണല്ലേ. कदम्ब के नीचे बैठकर जब तुम पोई की जंगली लतरों के पके फलों को तोड़कर मसल कर उनकी लाली से मेरे पाँवों को महावर रचने के लिए अपनी गोद में रखते हो तो मैं लाज से धनुष की तरह दोहरी हो जाती हूँ. ഇവിടെ പറയണേ കദംബ് മരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട്, കദംബ് കെ പേട് കെ നീച്ചെ ബൈഠ്കർ, കദംബ് മരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് നീയെ പോയിക്ക് ജംഗലി ലത്രോം കെ പക്കെ ഫലോം കോ തോഡ്കർ. കാട്ടുവള്ളിയിൽ നല്ല തടിച്ച ഇലയുള്ള, നല്ല വലിയ ഇലകളുള്ള കാട്ടുവള്ളിയുടെ പാകമായ പഴങ്ങളെടുത്തുകൊണ്ട് പൊട്ടിച്ചെടുത്ത് അതിനെ തിരുമ്മി പിഴിഞ്ഞ് അതിൻ്റെ ചുവപ്പ് ചാറെടുത്ത് എൻ്റെ കാലിൽ എന്തുപോലെയാണ് അപ്പനി ഗോതമ്പ് രക്തേഹോ, നിൻ്റെ മടിയിൽ വെച്ചുകൊണ്ട്, സ്വന്തം മടിയിൽ വെച്ചുകൊണ്ട്, ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ലാപ്പ് എന്നർത്ഥം മടി എന്നുള്ള, മടിയിൽ വെച്ചുകൊണ്ട് കുങ്കുമച്ചാറ് ചാർത്തുമായിരുന്നു. ആ സമയത്ത് മേ ലാജ് സേ ധനുഷ് കി, ഞാൻ ലജ്ജ കൊണ്ട്, ധനുഷ് കി തര വില്ലു പോലെ ദോഹരി ഹോ ജാതി, ഇരുവശത്തേക്കും വളയുമായിരുന്നു. രണ്ട് ഭാഗത്തേക്കും വില്ലിനെ പോലെ നാണം കൊണ്ട് നിൽക്കുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നിനക്ക് എന്നെക്കുറിച്ച് ഓർമ്മയില്ലേ ചോദിക്കണം, നീ മറന്നോ ചോദിക്കണം. ഞാൻ അന്നത്തെ ആ പൊട്ടിപ്പെണ്ണല്ലേ, അന്ന് കദംബ മരത്തിൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ട് നീ ആ പഴങ്ങൾ തിരുമ്മി അതിൽ നിന്ന് ചാറെടുത്ത് എൻ്റെ കാലുകളിൽ നീയെ കുങ്കുമം ചാർത്തിയിരുന്നു. ആ സമയത്ത് ഞാൻ നാണം കൊണ്ട് വളഞ്ഞു പോയിരുന്നു. और अपने पाँव पूरे बल से समेट कर गींज लेती हूँ. ഞാൻ എന്ത് ചെയ്തിരുന്നത്, ഞാൻ എൻ്റെ കാലുകൾ ശക്തി ഉപയോഗിച്ച് ശക്തമായിട്ട് വലിച്ചെടുത്തിരുന്നു. अपनी दोनों बाहों में अपने घुटने कस. എന്താ ചെയ്തിരുന്നത്, പിന്നീട് എന്താ ചെയ്തിരുന്നത്, ദോനോ ബാഹോമേ രണ്ട് കൈകളിലെ അപ്പനെ ഗുഡ്നെ കസ്, കാൽമുട്ടുകൾ അമർത്തി പിടിച്ചുകൊണ്ട് മുഹു ഫേർക്കർ മുഖം തിരിഞ്ഞ് നിശ്ചൽ ബൈജാതിഹും, നിശ്ചലമായിട്ടിരുന്നിരുന്നു, ഇളകാതെ ഇരുന്നിരുന്നു. ഇപ്പോൾ കദംബ മരത്തിൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ട് കാലുമേ ആ കുങ്കുമച്ചാറ് പൂശുന്ന ഒരു ഭാഗമാണ് പറയുന്നത്. നാണം കൊണ്ട് ലജ്ജ കൊണ്ട് മൂടിയിരുന്നു. ശക്തമായിട്ട് കാലുകൾ വലിച്ചിരുന്നു. കാൽമുട്ടുകൾ അമർത്തി പിടിച്ച് മുഖം തിരിച്ചാണ് ഞാൻ അന്നാ സമയത്ത് നിൻ്റെ അടുത്ത് ഇരുന്നിരുന്നത്. ലജ്ജ കാരണമാണ് അങ്ങനെ ഇരുന്നിരുന്നതെന്ന് പറയുന്നത്. पर शाम को जब घर आती हूँ तो निवृत एकांत में दीपक के मंद आलोक में अपने उन्हीं चरणों को अपलक निहारती हूँ. പക്ഷേ പറയണേ पर शाम को, അത് കഴിഞ്ഞ് വൈകിട്ട്, ജബ് घर आती हूँ तो, ഞാൻ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത്, അപ്പോൾ അത് ഇടൽ കഴിഞ്ഞ് മൈലാഞ്ചി ഇടുന്നത് പോലെ, മെഹന്തി ഇടുന്നത് പോലെ അത് ഇടൽ കഴിഞ്ഞ് മുഴുവനാക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഷാംകോ ജബ് ഗറാത്തി ഹും തോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വൈകിട്ട് വന്ന സമയത്ത് നിവൃത് ഏകാന്തമേ, രഹസ്യമയി ഏകാന്തമേ, അതായത് ആരും കാണാതെ ഏകാന്തതയിൽ,
ദീപക് മന്ദ ആലോകമേ, സന്ധ്യാസമയമാണ്. വിളക്കിൻ്റെ ചെറിയൊരു പ്രകാശത്തിൽ, ആ വെളിച്ചത്തിൽ, ആലോക പ്രകാശത്തിൽ അപ്പനെ ഉനി ചരണോം കോ, ഞാൻ എൻ്റെ കാലുകളെ, ആ നഹാവർ രചനയ്ക്ക് ബാദ് ഉനിയും ചരണോക്കോ, ആ കുങ്കുമച്ചാറ് ഇത് പൂശിയതിന് ശേഷം ഞാൻ എൻ്റെ കാലുകളെ എങ്ങനെ അപ്പലക്ക് നിഹാർത്തിഹും, അപ്പലക് ദേക്തിരഹും, ഞാനതിനെ ഇമ വെട്ടാതെ എൻ്റെ കാലുകളെ ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അതൊക്കെ നിനക്ക് ഓർമ്മയിൽ, നീ അതൊക്കെ മറന്നു പോയോ എന്നാണ് രാധ കൃഷ്ണനോട് ചോദിക്കുന്നത്, കണ്ണനോട് ചോദിക്കുന്നത്. ആ നാണം കാരണമാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. വീട്ടിൽ വന്നിരുന്ന് ഏകാന്തതയിൽ ആരുമില്ലാത്ത സമയത്ത് ചെറിയ വെളിച്ചത്തിൽ അവൾ ആ കാലുകളെ നോക്കിക്കൊണ്ടേയിരുന്നു. ബാവലി സിയുനെ ബാർ ബാർ പ്യാർ കർത്തി ഹോം, ഒരു പൊട്ടിപ്പെണ്ണിനെ പോലെ, ഒരു ഭ്രാന്തിയെ പോലെ ബാർ ബാർ പ്യാർ കർത്തി ഹോം, അതിനെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്നു, ഓമനിക്കുന്നു. ജൽദി ജൽദി മേ അദ്ബനി ഉൻ മഹാവർ കിരേഗാവും കോ, അദ്ബനി എന്ന് പറഞ്ഞാൽ പകുതി വരച്ച, അതായത് പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. അദ്ബനി ഉൻ മഹാവർ കിരേഗാവും കോ, പകുതി വരച്ചിട്ടുള്ള കുങ്കുമരേഖകളെ. ചാരോം ഓർ ദേക്കർ, 4 ഭാഗത്തേക്ക് നോക്കി ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം രഹസ്യമായിട്ട് ധീമേസെ, വളരെ സാവധാനം, ചുംലേത്തി ഹേ രാധ ചുംലേത്തി ഹൂം, രാധ ചുംലേത്തി ഹേ. ഇപ്പം ഞാനെന്താ ചെയ്തെന്ന് പറയുന്നത്, ആ കാലുകളിൽ കുങ്കുമം എഴുതിയ ആ കാൽപാദങ്ങളിൽ കുങ്കുമരേഖ വരച്ചത് മുഴുവനായിട്ടില്ല, കാൽപാദങ്ങളിൽ 4 ഭാഗത്തും നോക്കി ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവളതിൽ പതുക്കെ ഉമ്മ വയ്ക്കുന്നതായിട്ടാണ് പറയുന്നത്. രാത് ഗഹര ആയി ഹേ और तुम चले गए हो और मैं कितनी देर तक बाह से उसी आम डाली को घेरे चुपचाप रोती रही हूँ, जिस पर टिक कर तुम मेरी प्रतीक्षा करते हो और मैं लौट रही हूँ हताश और निष्फल, और ये आम के बौर के कण कण मेरे पाँवों में बुरी तरह साल रहे हैं, पर तुम्हें ये कौन बताएगा सांवरे की देर ही मैं सही, पर मैं तुम्हारे पुकारने पर आग तो गई और मांग सी उजली पगडंडी पर बिखरे, ये मंचरी कण भी अगर मेरे चरणों में गिरते हैं तो इसीलिए न कि कितना लंबा रास्ता कितनी जल्दी जल्दी पार कर मुझे आना पड़ा है, और कांडों और कंकरियों से मेरा पाँव किस बुरी तरह घायल हो गए हैं. രാത്ത് ഗഹരായി ഹേ, രാത്രി വളരെ ആയി, ഒരുപാട് വൈകി. और तुम चले गए हो, रात गहरा आई है इसलिए तुम चले गए हो, അതുകൊണ്ട് നീയെ പോയിട്ടുണ്ടാകും. और मैं कितनी देर तक बाँस से उस आम्र डाली को घेरे चुपचाप रोती रही, तुम चले गए उसके बाद मैं वहाँ आई, നീ പോയതിന് ശേഷം ഞാൻ അവിടെ വന്നു. मैं कितनी देर तक बाग से, ഞാൻ എത്രയോ നേരം വരെ, ബാഹ് സേ കൈകളാൽ, ഉസി ആമ്ര ഡാലിക്കോ ഗേരെ, ആ മാവിൻ്റെ കൊമ്പിനെ ചുറ്റിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട്, ചുപ് ചാവ് രോത്തി രഹി ഹൂം, മിണ്ടാതെ ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. ജിസ് പെർ ടിക്കർ തും മേരി പ്രതീക്ഷ കർത്തേ ഹോ, ടിക്നാന്ന് ചേർന്നെന്ന്, ഇപ്പം എവിടെയാണോ നീ ചേർന്നുകൊണ്ട് എന്നെ പ്രതീക്ഷയോടെ കാത്തിരുന്നത്, ആ മാവിൻ്റെ കൊമ്പിനെ ചുറ്റി വലയം ചെയ്ത് ഞാൻ മിണ്ടാതെ പതുക്കെ കരഞ്ഞുകൊണ്ടേയിരുന്നു. എത്രയോ നേരം വരെ ഞാൻ അതിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം നീ പോയതിന് ശേഷമാണ് ഞാൻ അവിടേക്ക് വന്നത്. और मैं लौट रही हूँ हताश और निष्फल, और ये आम के बौर के कण कण मेरे पाँवों ने बुरी तरह साल रहे हैं. साल रहा എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി വേദനിക്കുക. और मैं लौट रही हूँ, ഞാൻ മടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? ഹതാശ് और നിഷ്ഫൽ ലൗട്ട് रही हूँ, ഞാൻ നിരാശയായിട്ട് നിഷ്ഫലയായിട്ട് मैं लौट रही हूँ, ഞാൻ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. और ये आम के बौर के कण कण, ഇപ്പോൾ പോകുന്ന വഴിയിൽ കണ്ണൻ പൊടിച്ച് വിതറിയിട്ടുള്ള ആ മാമ്പൂവിൻ്റെ ഓരോ കണങ്ങളും മേരെ പാവോമേ, എൻ്റെ കാലുകളിൽ ബുരി തെര സലഹേ, അതെന്നെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. पर तुम्हें ये कौन बताएगा सांवरे कि देर ही मैं सही, पर मैं तुम्हारे पुकारने पर आ तो गई,
पर मैं तुम्हारे पुकारने पर നിൻ്റെ വിളി കേട്ടിട്ട് മേം ആത്തോ ഗയി ഞാൻ വന്നിരുന്നു എന്ന്. ദേർ ഹി മേ സഹി കുറച്ച് വൈകിട്ടാണെങ്കിലും തുമാരെ പുക്കാർനെ ബാദ് മേം വഹാം ആയി ദേർ ഹോക്കറായി ഇസ്കെ ബാരെ മേം തുമേ യേ കോൻ ബതായേഗ ഇതിനെക്കുറിച്ച് നിന്നോട് ആരാണ് പറയുക? നീ പോയിട്ട് ഞാനവിടെ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വിളി കേട്ട് ഞാനവിടെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് തുമേ യേ കോൻ ബതായേഗ നിന്നോട് ആരാണ് പറയുക കണ്ണ? और मांग सी उजली पगडंडी पर बिखरे ये मंचरी कण भी अगर मेरे चरणों में गिरते हो. ഈ സിന്ദൂർ രേഖയിൽ വിതറിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഇടവഴിയിൽ വിതറിയിട്ടുള്ള മഞ്ചരി കൺ മാമ്പൂക്കൾ അഗർ മേരെ ചരണോ മേ ഗഡ്തേ ഹോ ഗഡ്ന എന്ന് പറഞ്ഞാൽ തറയ്ക്കുക. അഗർ മേരെ ചരണമൊക്കെ ഗഡ്തേ ഹേ തോ എൻ്റെ കാലുകളിൽ തറയ്ക്കുകയാണെങ്കിൽ ഇസ്ലിയെ എന്നൊക്കെ കിത്തന ലംബ രാസ്ത എന്തുകൊണ്ടല്ല കിത്തന ലംബ രാസ്ത കിത്തനി ജൽദി ജൽദി പാർക്കർ മുझे ആനാ പടാ ഹേ എത്രയോ വഴികൾ താണ്ടിയിട്ട് വളരെ വേഗത്തിൽ അവിടെ വന്നതുകൊണ്ടാണെന്നോ. അവർ കാണ്ടോം ഓർ കങ്കരിയോം സേ കാണ്ടെന്ന് പറഞ്ഞാൽ മുള്ളുകൾ, കങ്കരിയ എന്ന് പറഞ്ഞാൽ പാറകഷ്ണങ്ങൾ, കല്ലും കഷ്ണങ്ങൾ. മേരെ പാവ് കിസി ബുര ഘായൽ ഹോ ഗയോ ഹോ ഘായൽ ഹോന എന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക. അപ്പം ഇതുകൊണ്ടല്ല, അതായത് ഒരുപാട് ദൂരം താണ്ടിയിട്ടാണ് ആ വഴിയിൽ കൂടെ ഞാൻ വന്നത്. ആ വഴിയിലെ മുള്ളുകളോ കല്ലും കഷ്ണങ്ങളോ ഒന്നും എൻ്റെ കാലിനെ മുറിവേൽപ്പിച്ചതല്ല എന്ന് പറയാനായിട്ട് ആരാണ് ഉള്ളത്? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതവിടെ പറയുന്നുണ്ട്. നിൻ്റെ വിളി കേട്ടിട്ടും ഞാൻ വന്നില്ല, പക്ഷെ നീ പോയതിന് ശേഷം ഞാൻ അവിടേക്ക് വന്നു, ഈ പൂക്കൾ എൻ്റെ കാലിൽ തറച്ചുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നത്. मंजरी कण भी अगर मेरे चरणों में गिरते हैं तो इसलिए न कि कितना लंबा रास्ता ഇത്രയും ഒരുപാട് ദൂരം നടന്നു വന്നുകൊണ്ടല്ല, കാലിൽ മുറിവേറ്റത് കൊണ്ടും അല്ല എന്നാണ് പറയുന്നത്. ये कैसे बताऊँ तुम्हें कि चरम साक्षात्कार के ये अनोटेशन भी जो कभी कभी मेरे हाथ से छूट जाते हैं. छूट जाना എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക. അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള ആ നിമിഷങ്ങൾ. तुम्हारी मर्म पुकार जो मर्म न रहस्य जो कभी कभी मैं नहीं सुन पाती तुम्हारी बेंड कार्त എന്ന് സാക്ഷാത്കാർ കാർത്ത് കണ്ടുമുട്ടലിൻ്റേതായിട്ടുള്ള അർത്ഥം. जो नहीं समझ पाती तो मेरे सांवरे लाज मन की भी होती है. എന്നോട് പറയണേ मैं कैसे बताऊँ मैं तुम्हें कैसे बताऊँ ഞാൻ അത് നിന്നോട് എങ്ങനെയാണ് പറയുക? എന്താണ്? चरम साक्षात्कार के ये अपूर्व क्षण भी जो कभी कभी मेरे हाथ से छूट जाते हैं. ഈ പരമമായ സാക്ഷാത്കാരത്തിൻ്റെ വളരെ അപൂർവമായിട്ടുള്ള ഈ നിമിഷങ്ങൾ, മുഹൂർത്തങ്ങൾ ചിലപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്, വഴുതി മാറുന്നുണ്ട്. तुम्हारी मर्म पुकार को कभी कभी मैं नहीं सुन पाती तुम्हारी पुकार की रहस्य को കബി കബി മേ നഹി സുൻ പാത്തി. നിൻ്റെ വിളിയുടെ രഹസ്യം എന്താണെന്ന് ചിലപ്പോഴെനിക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല, എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. പല പരമമായ സാക്ഷാത്കാരത്തിൻ്റെ പല മുഹൂർത്തങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. ആ നിൻ്റെ വിളിയുടെ രഹസ്യം എന്താണെന്നറിയാൻ പറ്റുന്നില്ല. തുമാരി ബേണ്ട് കാർത്ത് നിൻ്റെ കണ്ടുമുട്ടലിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മുജെ സമച്ച് നഹി പാത്തി എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. तो मेरे सांवरे लाज मन की भी होती है लेकिन मेरे सांवरे मेरे कृष्ण ये लाज शरीर के भी नहीं मन की भी होती है. ലജ്ജ എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനെയും ബാധിച്ചിട്ടുണ്ട്. एक अज्ञात भय अपरिचित संशय आग्रह भरा गोपन और सुख के क्षण में भी गिर आने वाली निर्व्याख्या उदासी फिर भी उसे चीर कर देर में ही आऊँगी प्राण तो क्या तुम मुझे अपनी लंबी चंदन बाहों में भरकर बेसुध नहीं कर दोगे. यहाँ राधा നഹിമായി കൃഷ്ണയ്ക്ക് പാസ് നഹിയായി, കൃഷ്ണൻ്റെ അടുത്തേക്ക് രാധ വരുന്നില്ല. അതിൽ കാരണം പറയുന്നുണ്ട്. ലജ്ജ എന്ന് പറയുന്നത് മനസ്സിനെയും, അത് ശരീരത്തെ മാത്രമല്ല മനസ്സിനും ലജ്ജ ഉള്ളതുകൊണ്ട് വരാത്തത്. അങ്ങനെ ലജ്ജ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അജ്ഞാതമായ ഭയം, അപരിചിതമായിട്ടുള്ള സംശയം, മോഹത്തോടു കൂടിയുള്ള മറവ്,
അതുപോലെ സുഖത്തിൻ്റെ മുഹൂർത്തങ്ങളിലെ നിമിഷങ്ങളിലെ അവളെ വലയം ചെയ്തിരിക്കുന്ന വ്യാഖ്യാനിക്കാൻ പറ്റാത്ത പറയാൻ പറ്റാത്ത ഉദാസീനത, ഇതെല്ലാം കാരണമാണ്, ആ ലജ്ജ കാരണമാണ്, ലജ്ജയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഭയം, സംശയം, കോപൻ, അതുപോലെ തന്നെ നിർവ്യാഖ്യ, ഉദാസി, ഈ കാരണം കൊണ്ടാണ് രാധയ്ക്ക് കണ്ണൻ്റെ അടുത്തെത്താനായിട്ട് സാധിക്കാത്തത്. फिर भी उसे चीर कर दर में ही आऊँगी प्राण. यहाँ राधा कनु से कहते हैं, हे मेरे प्राण, എൻ്റെ പ്രാണനെ, എൻ്റെ പ്രിയനെ. फिर भी उसे चीर कर, ये ബാധാവം കോ, ये ബന്ധനം കോ ചീർ കർ, ഈ ബന്ധനങ്ങളെയെല്ലാം ഭേദിച്ചുകൊണ്ട്, ഈ തടസ്സങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട്, ദേർ മേ ഹി ആഊങ്കി, വൈകിട്ടാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരും. മേം തുമാരി പാസ് ആവൂങ്കി, നിൻ്റെ അടുത്തേക്ക് ഞാൻ എത്തും. ദേർ മേ ഹി, വൈകിട്ടാണെങ്കിൽ നിൻ്റെ അടുത്തേക്ക് എത്തും. तो क्या तुम मुझे अपनी लंबी चंदन बाहों में भरकर बेसुध नहीं कर दोगे. ബേസുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധരഹിതയാക്കുക, ബേഹോഷ് എന്നുള്ള അർത്ഥം. ചന്ദൻ ബാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദൻ ഗന്ധി, ബാഹ് ഹാത്ത്. ആ സമയത്ത് തും മുझे अपनी ലംബി ചന്ദൻ ബാഹോം സെ, ആ സമയത്ത് നിൻ്റെ നല്ല നീണ്ട ചന്ദനഗന്ധത്തോടു കൂടിയുള്ള കൈകളാൽ എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് ബോധരഹിതയാക്കുകയില്ലേ എന്നാണ് രാധ ചോദിക്കുന്നത്. മുझे പൂർണ്ണതഃ ആലിംഗൻ മേ ബർക്കർ ഹോഷ്ഹീൻ ബനാദോഗേ, എന്നെ പൂർണ്ണമായിട്ടും നിൻ്റെ കൈക്കുള്ളിൽ ആലിംഗനം ചെയ്തുകൊണ്ട് എന്നെ നീയെ ബോധരഹിതയാക്കുകയില്ലേ കണ്ണ എന്ന് ചോദിക്കുന്നത്. ഇവിടെ അജ്ഞാതമായ ഭയം, സംശയം, കോപൻ, അതുപോലെ ഉദാസീനത, ദുഃഖം തുടങ്ങിയ കാര്യങ്ങൾ ലജ്ജ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ലജ്ജ കാരണമാണ് കൃഷ്ണൻ പല പ്രാവശ്യം ഓടക്കുഴൽ കൂടി വിളിച്ചിട്ടും, രാധയെ പേരെടുത്ത് വിളിച്ചിട്ടും അവൾ കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്നില്ല. അതിൻ്റെ കാരണം അതായിരുന്നു ലജ്ജ എന്നുള്ളതായിരുന്നു അതിനുള്ള കാരണം. ഓക്കെ, താങ്ക് യു.